നമസ്കാരം, ദീപിക ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വിവാദമായ FCRA ബിൽ അവതരണ വിഷയത്തിൽ നാടകീയമായി ഒരു ചുവട് പിന്നോട്ട് വെച്ച് കേന്ദ്രം. ഇന്ന് പാർലമെന്റിൽ ബിൽ അവതരിപ്പിക്കാൻ ലിസ്റ്റ് ചെയ്തിരുന്നെങ്കിലും ഇന്ന് പ്രതിഷേധം കടുത്തതോടെ കേന്ദ്രം ബില്ല് പരിഗണിക്കുന്നത് മാറ്റിവെച്ചു. ബില്ലിനെതിരെ പാർലമെന്റിനകത്തും പുറത്തും പ്രതിഷേധം ശക്തമായി. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ലോക്സഭ നിർത്തിവെച്ചു. ബിൽ ഇന്ന് പരിഗണിക്കില്ലെന്ന് സഭയെ പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു അറിയിച്ചു. ബിൽ ക്രൈസ്തവർക്ക് എതിരല്ലെന്നും കിരൺ റിജിജു പറഞ്ഞു. നിശ്ചിത സമയപരിധിക്കുള്ളിൽ FCRA ലൈസൻസ് പുതുക്കി കിട്ടാതിരിക്കുക, റദ്ദാക്കിയ ലൈസൻസ് പുനഃസ്ഥാപിക്കാതിരിക്കുക, നിലവിലെ ലൈസൻസ് സറണ്ടർ ചെയ്യുക തുടങ്ങിയ സാഹചര്യത്തിൽ വിദേശ ഫണ്ട് ഉപയോഗിച്ച് ആർജിച്ചെടുത്ത ആസ്തികൾ നിശ്ചിത അതോറിറ്റിക്ക് സ്ഥിരമായി ഏറ്റെടുക്കാമെന്നതുൾപ്പെടെയുള്ള കടുത്ത വ്യവസ്ഥകൾ ഉൾപ്പെടുത്തിയ ബിൽ കഴിഞ്ഞ 25-നാണ് കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ് റായ് ലോക്സഭയിൽ അവതരിപ്പിച്ചത്. ഇതോടെ ക്രൈസ്തവ സഭകൾ കടുത്ത പ്രതിഷേധവുമായി രംഗത്ത് വന്നു. വിഷയം കേരളത്തിലടക്കം തെരഞ്ഞെടുപ്പ് രംഗത്തും വലിയ ചർച്ചയായി. ക്രിസ്ത്യൻ വോട്ടുകൾ സമാഹരിക്കാൻ വലിയ പരിശ്രമം നടത്തിവന്നിരുന്ന BJP കേരള ഘടകവും പ്രതിരോധത്തിലായി. ഇതിനിടയിലാണ് ബില്ല് പരിഗണിക്കുന്നത് മാറ്റിയത്. എന്നാൽ ബില്ലിലെ വ്യവസ്ഥകളിൽ മാറ്റം വരാതെ ആശ്വാസമായെന്ന് പറയാനാവില്ലെന്ന് CBCI പ്രതികരിച്ചു. തൃശൂരിലെ ലോക്സഭാംഗത്വം റദ്ദാക്കണമെന്ന ഹർജിയിൽ സുരേഷ് ഗോപി MPക്ക് തിരിച്ചടി. സുരേഷ് ഗോപിക്കെതിരായി ഹർജി നിലനിൽക്കുമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. AIYF തൃശൂർ ജില്ലാ പ്രസിഡന്റാണ് സുരേഷ് ഗോപിക്കെതിരെ ഹർജി സമർപ്പിച്ചിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് ഹർജി നിലനിൽക്കില്ലെന്ന സുരേഷ് ഗോപിയുടെ ഉപഹർജി ഹൈക്കോടതി തള്ളി. തെരഞ്ഞെടുപ്പ് ചോദ്യം ചെയ്തുള്ള ഹർജി തള്ളാനാവില്ലെന്നും സുരേഷ് ഗോപി വിചാരണ നേരിടണമെന്നും ഹൈക്കോടതി ഉത്തരവിടുകയായിരുന്നു. ജസ്റ്റിസ് കൗസർ എടപ്പകത്തിന്റേതാണ് ഉത്തരവ്. സുരേഷ് ഗോപി തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ മതചിഹ്നങ്ങൾ ഉപയോഗിച്ചും മതവികാരം ഇളക്കിവിട്ടും വോട്ടർമാരെ സ്വാധീനിക്കാൻ ശ്രമിച്ചുവെന്നും ഇത് തെരഞ്ഞെടുപ്പ് ക്രമക്കേടാണെന്നും ഹർജിയിൽ ആരോപിക്കുന്നു. ലൈംഗിക പരാതിക്ക് പിന്നാലെ അറസ്റ്റിലായ സംവിധായകൻ രഞ്ജിത്തിനെ റിമാൻഡ് ചെയ്തു. 14 ദിവസത്തേക്കാണ് റിമാൻഡ് ചെയ്തത്. രഞ്ജിത്തിനെ എറണാകുളം സബ് ജയിലിലേക്ക് മാറ്റി. അറസ്റ്റ് രേഖപ്പെടുത്തിയതിന് പിന്നാലെ തൃപ്പൂണിത്തുറയിലെ മജിസ്ട്രേറ്റിന്റെ വസതിയിലാണ് രഞ്ജിത്തിനെ എത്തിച്ചത്. ജാമ്യാപേക്ഷയുമായി ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് രഞ്ജിത്തിന്റെ അഭിഭാഷകൻ പ്രതികരിച്ചു. നേരത്തെ ശാരീരിക അസ്വാസ്ഥ്യം നേരിട്ട രഞ്ജിത്തിനെ എറണാകുളം ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. പിന്നീട് ഇവിടെ നിന്നും വനിതാ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച രഞ്ജിത്തിനെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുകയായിരുന്നു. ജനുവരി 9-ന് ഫോർട്ട് കൊച്ചിയിലെ സിനിമാ സെറ്റിൽ വെച്ച് ക്യാരവാനിനുള്ളിൽ അതിക്രമിച്ചു കയറി പീഡിപ്പിക്കാൻ ശ്രമിച്ചെന്നാണ് യുവനടിയുടെ പരാതി. ലൈംഗികാതിക്രമ പരാതിയെ തുടർന്ന് സംവിധായകൻ രഞ്ജിത്ത് ഒളിവിൽ പോകാൻ ശ്രമിച്ചതോടെയാണ് അറസ്റ്റ് ചെയ്തതെന്ന് എറണാകുളം സിറ്റി പോലീസ് കമ്മീഷണർ കാളിരാജ് മഹേഷ് കുമാർ. വളരെ സെൻസിറ്റീവായ വിഷയമായതുകൊണ്ടാണ് SIT രൂപീകരിച്ചത്. കുറ്റകൃത്യം നടന്നിട്ടുണ്ടെന്ന് ഉറപ്പിച്ച ശേഷമാണ് രഞ്ജിത്തിനെ അറസ്റ്റ് ചെയ്തതെന്നും കമ്മീഷണർ മാധ്യമങ്ങളെ അറിയിച്ചു. അങ്ങനെ ഒരു കുറ്റകൃത്യം നടന്നിട്ടുണ്ടോ എന്ന് ഉറപ്പിച്ച ശേഷമാണ് കേസുമായി മുന്നോട്ട് നീങ്ങിയത്. കേസെടുത്ത് ഏകദേശം ഒരാഴ്ച കഴിഞ്ഞാണ് അടുത്ത നടപടിയിലേക്ക് പോയത്. രഞ്ജിത്ത് ഇവിടെ നിന്നും മാറാൻ ശ്രമിച്ചതാണ്. അതാണ് പിടികൂടിയത്. ഷൂട്ടിംഗ് സെറ്റിലാണ് അതിക്രമം നടന്നത്. സെറ്റിലെ എല്ലാവരും ഇതിനെക്കുറിച്ച് അറിഞ്ഞിരുന്നു. അപ്പോൾ തന്നെ നടി ക്യാരവാനിൽ നിന്ന് കരഞ്ഞുകൊണ്ട് പുറത്തുവന്ന് അവിടെയുള്ളവരോടെല്ലാം കാര്യം പറഞ്ഞു. അവിടെയുള്ളവർ സമാധാനപ്പെടുത്തി വിടുകയായിരുന്നു. നടി മാനസികമായി തകർന്ന അവസ്ഥയിലായിരുന്നു. കൗൺസിലിംഗിനും സൈക്യാട്രിക് ട്രീറ്റ്മെന്റിനും ശേഷമാണ് പരാതി നൽകിയത്. തെളിവുകൾ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. രഞ്ജിത്തിനെ കസ്റ്റഡിയിൽ ആവശ്യപ്പെടുമെന്നും കമ്മീഷണർ കൂട്ടിച്ചേർത്തു. ലൈംഗികാതിക്രമ കേസിൽ റിമാൻഡിലായ സംവിധായകൻ രഞ്ജിത്തിനെതിരെ നടപടിയുമായി സിനിമാ സംഘടനകൾ. രഞ്ജിത്തിനെ ഫെഫ്കയിൽ നിന്ന് പുറത്താക്കി. കേസിൽ വിധി വരുന്നതുവരെ ഡയറക്ടേഴ്സ് യൂണിയനിൽ നിന്നും റൈറ്റേഴ്സ് യൂണിയനിൽ നിന്നും രഞ്ജിത്തിനെ മാറ്റി നിർത്തുമെന്ന് ഫെഫ്ക ജനറൽ സെക്രട്ടറി B ഉണ്ണികൃഷ്ണൻ അറിയിച്ചു. സമാനമായ രീതിയിൽ ആരോപണ വിധേയരായ സിനിമാ പ്രവർത്തകർക്കെതിരെ ഇത്തരത്തിലുള്ള നടപടി തന്നെയാണ് നേരത്തെയും സംഘടന എടുത്തിട്ടുള്ളതെന്നും ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. യുവനടിയുടെ പീഡന പരാതിയിൽ സംവിധായകൻ രഞ്ജിത്ത് അറസ്റ്റിലായതിന് പിന്നാലെ പ്രതികരണവുമായി അദ്ദേഹത്തിനെതിരെ നേരത്തെ നിയമ നടപടി സ്വീകരിച്ച ബംഗാളി നടി. കർമ്മഫലമാണെന്നും കാലം എല്ലാത്തിനും കണക്ക് ചോദിക്കുമെന്നും ബംഗാളി നടി പറഞ്ഞു. രഞ്ജിത്ത് നല്ല മനുഷ്യനല്ലെന്നും ഒരുപാട് നടിമാരോട് ഇത്തരത്തിൽ മോശമായി പെരുമാറിയിരിക്കാമെന്നും അവർ പറഞ്ഞു. രഞ്ജിത്തിനെതിരെ പരാതി നൽകാൻ ധൈര്യം കാണിച്ച പെൺകുട്ടിക്ക് നടി നന്ദി അറിയിക്കുകയും ചെയ്തു. തനിക്ക് ആ കേസിൽ നീതി ലഭിച്ചില്ലെന്നും താൻ പറഞ്ഞിരുന്നത് യാഥാർത്ഥ്യമാണെന്ന് ഇപ്പോൾ തെളിഞ്ഞെന്നും നടി കൂട്ടിച്ചേർത്തു. ഇറാനിലെ പ്രധാനപ്പെട്ട മരുന്ന് നിർമ്മാണശാല മിസൈൽ ആക്രമണത്തിൽ തകർത്ത് ഇസ്രായേൽ. ആക്രമണത്തിൽ കമ്പനിയുടെ അസംസ്കൃത വസ്തുക്കളുടെ ഉൽപാദന യൂണിറ്റുകളും ഗവേഷണ വിഭാഗവും പൂർണ്ണമായും തകർന്നതായി ഇറാൻ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ ഇർന റിപ്പോർട്ട് ചെയ്തു. ഇറാനിലെ പെൻഷൻ ഫണ്ട് ഏജൻസിയുടെ ഉടമസ്ഥതയിലുള്ള തൗഫീഖ് ദാരു എന്ന മരുന്ന് കമ്പനിയാണ് ഇസ്രായേൽ തകർത്തത്. അമേരിക്കൻ ഉപരോധങ്ങൾ കാരണം വിദേശ മരുന്ന് കമ്പനികൾക്ക് പ്രവർത്തിക്കാൻ കഴിയാത്തതിനാൽ ഭൂരിഭാഗം മരുന്നുകളും ഇറാൻ ആഭ്യന്തരമായാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാന കമ്പനിയാണിതെന്ന് ഇറാൻ ആരോഗ്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. ഇന്ത്യൻ ഓയിലിന്റെ XP100 പെട്രോളിന്റെയും എക്സ്ട്രാ ഗ്രീനിന്റെയും വില ഡൽഹിയിൽ വർദ്ധിപ്പിച്ചു. XP100ന്റെ വില ലിറ്ററിന് 149 രൂപയിൽ നിന്ന് 160 രൂപയായി ഉയർത്തി. ആഡംബര കാറുകൾക്കും സൂപ്പർ ബൈക്കുകൾക്കുമായി രൂപകൽപ്പന ചെയ്ത ഇന്ത്യയിലെ ആദ്യത്തെ 100 ഒക്ടേൻ പ്രീമിയം പെട്രോളാണ് ഇന്ത്യൻ ഓയിലിന്റെ XP100. അതുപോലെ എക്സ്ട്രാ ഗ്രീൻ 91.49 രൂപയിൽ നിന്നും 92.99 രൂപയെ വർദ്ധിപ്പിച്ചു.
വാണിജ്യ LPG വില കുത്തനെ കൂട്ടി കമ്പനികൾ. 19 കിലോ സിലിണ്ടറിന് 195.5 രൂപയാണ് വർദ്ധിപ്പിച്ചത്. വില വർധന പ്രാബല്യത്തിൽ വന്നു. ഇതോടെ കേരളത്തിലെ പുതിയ വില 2092 രൂപയാണ്. നേരത്തെ 1890 രൂപയായിരുന്നു. അതേസമയം ഗാർഹിക ആവശ്യത്തിനുള്ള സിലിണ്ടർ വിലയിൽ മാറ്റമില്ല. മാർച്ച് 7-ന് 14.2 കിലോ ഗാർഹിക സിലിണ്ടറിന് 60 രൂപ വർദ്ധിപ്പിച്ചിരുന്നു. പെരുമ്പാവൂരിൽ പ്ലൈവുഡ് കമ്പനിയിൽ മോഷണം ആരോപിച്ച് യുവാവിനെ സംഘം ചേർന്ന് തല്ലിക്കൊന്നു. സംഭവത്തിൽ 6 ഇതര സംസ്ഥാന തൊഴിലാളികളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. മരിച്ചയാളെ തിരിച്ചറിഞ്ഞിട്ടില്ല. ആസാം സ്വദേശികളായ അലാവുദ്ദീൻ, മിനാറുൽ, സാക്കിർ ഹുസൈൻ, ഹബീസുദ്ദീൻ, ഹസൻ അലി, മുസമ്മിൽ എന്നിവരാണ് പെരുമ്പാവൂർ പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത്. മരിച്ചയാളും ഇതര സംസ്ഥാന തൊഴിലാളിയാണ്. പെരുമ്പാവൂർ മുടിക്കലിലെ AM വിനീർ എന്ന സ്ഥാപനത്തിൽ ചൊവ്വാഴ്ച രാത്രിയിലായിരുന്നു സംഭവം. തൊഴിലാളികൾ താമസിക്കുന്ന മുറിയിൽ സൂക്ഷിച്ചിരുന്ന മൊബൈൽ ഫോൺ മോഷ്ടിക്കാൻ ശ്രമം നടത്തിയെന്ന് പറഞ്ഞ് 3 സഹോദരന്മാർ ഉൾപ്പെടെയുള്ള 6 പേർ ചേർന്ന് യുവാവിനെ മർദ്ദിക്കുകയായിരുന്നു. പ്ലൈവുഡ് കമ്പനിയിലെ കോർ ഉപയോഗിച്ച് അടിച്ചതിനെ തുടർന്ന് ഇയാൾക്ക് ഗുരുതരമായി പരിക്കേറ്റു. ഇതോടുകൂടി പ്രധാന വാർത്തകൾ അവസാനിച്ചു. സത്യസന്ധമായ വാർത്തകൾ അറിയാൻ ദീപിക ന്യൂസ് ഫോളോ ചെയ്യൂ.